പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് സുവിശേഷ ഭാഗ്യങ്ങളെ നമ്മൾ ധ്യാനിക്കുക. രണ്ടാമത്തെ സുവിശേഷ ഭാഗ്യം ഇതാണ്: വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. മത്തായി 5:4. നമുക്കറിയാം, കരയുക എന്നത് ഒരു ബലഹീനതയുടെ, കഴിവുകേടിൻ്റെ അടയാളമാണ്. കരയുന്നവർ ഭാഗ്യവാന്മാർ എന്ന് സുവിശേഷം പറയുക, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഒരിക്കൽ ഔസേപ്പിതാവിനെക്കുറിച്ച് വായിച്ച ഒരു ചെറിയ കഥ, അത് ഇങ്ങനെയാണ്. നമുക്കറിയാം, ഈജിപ്തിലേക്ക് ഔസേപ്പിതാവും മറിയവും പലായനം ചെയ്യുന്നു. നീണ്ട യാത്ര, ഒരുപക്ഷെ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ യാത്രകളിലൊന്നാണ്, സുവിശേഷത്തിലെ ഏറ്റവും വലിയ യാത്രകളിലൊന്നാണ് ആ യാത്ര. 560 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നു. വലിയൊരു യാത്ര. സത്രത്തിൽ ഇടം കിട്ടാത്ത സാഹചര്യങ്ങൾ എല്ലാം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു ദിവസം പകല് ഇങ്ങനെ രാത്രി യാത്ര വരുന്നു. ആ പകല് കഴിയുമ്പോൾ എവിടെയെങ്കിലും സത്രം അന്വേഷിക്കുന്നു, അവിടെ കിടക്കുന്നു. അങ്ങനെ അവർക്ക് ഒരു മുറി കിട്ടി. മറിയത്തെ, കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് ഔസേപ്പിതാവ് പുറത്തേക്ക് പോകുന്നു. ഔസേപ്പിതാവ് കുറച്ച് മാറി നിന്ന് കരയുന്നു. മറിയം ചെന്ന് ചോദിച്ചു, എന്തു പറ്റി? ഔസേപ്പിതാവ് പറഞ്ഞു, ഒന്നുമില്ല. ഔസേപ്പിതാവ് വന്ന് കിടന്നു. പിറ്റേ ദിവസം യാത്ര വരുന്നു. യാത്ര അവസാനിക്കുന്നു. രാത്രി മറിയത്തെയും കുഞ്ഞിനെയും മുറിയിലാക്കുന്നു. വീണ്ടും ഔസേപ്പിതാവ് വെളിയിലേക്ക് പോകുന്നു. മറിയം കിടന്നുകൊണ്ട് കേൾക്കുന്നു, ഔസേപ്പിതാവ് ഏങ്ങലടിക്കുന്നു. മറിയം വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇത്രയും സങ്കടം? നമുക്കും കുഞ്ഞിനും ഒന്നും പറ്റിയില്ലല്ലോ, പിന്നെ എന്തിനാ ഇത്രയും ഭാരപ്പെടുന്നത്? ഔസേപ്പിതാവ് കണ്ണു തുടച്ചിട്ട് മറിയത്തോടൊപ്പം വരുന്നു. അവർ കിടക്കുന്നു. പിറ്റേ ദിവസവും യാത്ര ആരംഭിക്കുന്നു. യാത്ര മുമ്പോട്ട് പോകുന്നു. രാത്രി ഒരു സത്രത്തിൽ ഇടം കിട്ടുന്നു. ഭാര്യയെയും കുഞ്ഞിനെയും, മറിയത്തെയും കുഞ്ഞിനെയും ഒരു മുറിയിലാക്കുന്നു. ഔസേപ്പിതാവ് വീണ്ടും വെളിയിലേക്ക് പോകുന്നു. ഔസേപ്പിതാവ് വെളിയിലേക്ക് പോയിട്ട് ഔസേപ്പിതാവ് ഭയങ്കരമായിട്ട് കരയുന്നു, ഏങ്ങലടിക്കുന്നു. മറിയം ഇത് കേൾക്കുന്നു. മറിയം ഓടി വരുന്നു. ഇത് കുറച്ച് ദിവസമായല്ലോ, അവിടുന്ന് പോന്നേ പിന്നെ തുടങ്ങിയതാ. ദൈവം പറഞ്ഞിട്ടില്ലേ പോകുന്നത്, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? എന്താ പ്രശ്നം? മറിയം ഇങ്ങനെ നിർബന്ധിക്കുക. ഔസേപ്പിതാവ് വീണ്ടും ഒഴിഞ്ഞു മാറുക. ഒരു കുഴപ്പമില്ല. മറിയം പറഞ്ഞു, ഇനി പറ്റില്ല. 2-3 ദിവസമായി ഞാൻ കാണുന്നു ഇതുപോലെ ഇരുന്ന് സങ്കടപ്പെടുന്നതും കരയുന്നതും. എന്താ കാരണം? നമുക്കും കുഞ്ഞിനുമൊന്നും പറ്റിയില്ലല്ലോ. ഔസേപ്പിതാവ് പറഞ്ഞു, അതാണ് മറിയം കാരണം. എന്നോട് മാലാഖ പറഞ്ഞത് എന്തായിരുന്നു? വളരെ വ്യക്തമായൊരു സന്ദേശം ഞാൻ കേട്ടു. 2ഉം അതിന് താഴെയുമുള്ള വയസ്സിലുള്ള കുട്ടികളെ കൊന്നുകളയും. മറിയം, നമ്മുടെ പരിസരത്ത്, നമ്മുടെ വില്ലേജിൽ, നമ്മുടെ തൊട്ടടുത്ത് 2 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികളുണ്ടായിരുന്നു? ഈ വാർത്ത കേട്ട ഉടനെ ഞാൻ ചെയ്തത് എന്താ? നിന്നെയും കുഞ്ഞിനെയും എടുത്ത് ഞാൻ ഓടി. നിന്നോടും കുഞ്ഞിനോടും ഒരുങ്ങാൻ പറഞ്ഞിട്ട് ഞാനൊന്ന് അടുത്ത ഗ്രാമത്തിലേക്കും അടുത്ത് ഓടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 2-3 കുട്ടികളെയെങ്കിലും എനിക്ക് രക്ഷിക്കാമായിരുന്നില്ലേ? ഇനി വചനം ധ്യാനിക്കുക. കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. നമ്മളെല്ലാവരും പല സാഹചര്യത്തിൽ കരയുന്നവരാ. എന്നാൽ എങ്ങനെ കരയണം? ആരാണ് ആശ്വസിപ്പിക്കപ്പെടുന്നത്? ഒന്നാമത്തെ കാര്യം, അനുതാപത്തിലുള്ള കണ്ണുനീർ, അവർ ആശ്വസിപ്പിക്കപ്പെടും.
എന്ന് വെച്ചാൽ എൻ്റെ പാപത്തെ ഓർത്ത് കരയുക, അവർ നീതീകരിക്കപ്പെടും. എക്സാമ്പിൾ, 2 പേര് പ്രാർത്ഥിക്കാൻ പള്ളിയിലേക്ക് പോകുന്നു. ഒരാൾ മുമ്പിൽ നിന്ന്, ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റേയാൾ ചുങ്കക്കാരനാണ്, അവൻ ചങ്കത്തടിച്ച് കരയുന്നു ദേവാലയത്തിന് പുറത്തു നിന്ന്. അടുത്ത വചനം യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി പുറത്തേക്ക് പോയി. അപ്പോൾ ഒന്ന്, എൻ്റെ പാപത്തെ ഓർത്ത് കരയുക, ഞാൻ നീതീകരിക്കപ്പെടും, ഞാൻ ഭാഗ്യപ്പെട്ട വ്യക്തിയായിട്ട് മാറും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മറ്റാരുമല്ല, ഒരു പെണ്ണുണ്ട്, അവൾ കണ്ണുനീര് കൊണ്ട് അവൻ്റെ കാല് കഴുകുന്നുണ്ട്. അടുത്ത വചനം ശ്രദ്ധിക്കണം, വേറെ ആരെക്കുറിച്ചും അവൻ പറഞ്ഞില്ല, മക്കളെ എൻ്റെ സുവിശേഷം ഇനി എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യം പ്രഘോഷിക്കപ്പെടണം. ആ പെണ്ണിൻ്റെ പേര് പോലുമില്ല. എന്നാൽ യേശു പറഞ്ഞു, എൻ്റെ സുവിശേഷം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവളെ പ്രഘോഷിക്കണം. ഞാൻ ഈ ഔസേപ്പിതാവിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ഈ പെണ്ണിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് യേശുവിൻ്റെ മനസ്സ് വേദനിപ്പിക്കും. അവൾ എന്തുകൊണ്ടാണ് സുവിശേഷത്തിൽ ഓർക്കപ്പെട്ടത്? അവൾ എന്തുകൊണ്ടാണ് ഭാഗ്യപ്പെട്ടതായിട്ട് മാറിയത്? അവൾ ഭാഗ്യപ്പെട്ടതായിട്ട് മാറിയത് അവൾ കണ്ണുനീര് കൊണ്ട് കാല് കഴുകി. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിലെ പാപത്തെ ഓർത്ത്, എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാല തെറ്റിനെ ഓർത്ത് ആഴമായിട്ട് കണ്ണീരൊഴുക്കുവാൻ? അനുതാപത്തിൻ്റെ കണ്ണുനീര്. വചനം പറയുക, അവർ ഭാഗ്യപ്പെട്ടവരാണ്, അവർ ആശ്വസിപ്പിക്കപ്പെടും, ദൈവികമായൊരാശ്വാസം അവർക്ക് കടന്നു വരും. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പ്രധാനപ്പെട്ടൊരു തലമാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക. അതാണ് മറ്റൊരാളുടെ വേദന, മറ്റൊരാളുടെ പ്രശ്നം, മറ്റൊരാളുടെ സങ്കടം അത് കണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക. അവർ ഭാഗ്യപ്പെട്ടവരാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെല്ലാം നമ്മുടെ കരച്ചിലെന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഔസേപ്പിതാവിൻ്റെ കണ്ണുനീരിനെ കുറിച്ച് പറഞ്ഞു. ആ മറ്റൊരു കുഞ്ഞ് നഷ്ടപ്പെട്ട അപ്പനും അമ്മയ്ക്കും വേണ്ടി കരയുക, മറ്റുള്ളവർക്ക് വേണ്ടി കരയാൻ തുടങ്ങുക. അതൊക്കെയാണ് ഈ ചിലർക്ക് നമ്മൾ ചിലപ്പോൾ ചിലരെയൊക്കെ പറയാറില്ലേ, അവർക്ക് ഒരു പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പള്ളിയിലും ധ്യാന കേന്ദ്രത്തിലും പോയി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നു. ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുന്നവർ, അവരെ കുറിച്ചൊരു വചനം കൂടിയായത്. ഞാനൊരു ക്യാൻസർ രോഗിയെ കാണുന്നു, ഇന്ന വ്യക്തിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ അറിയുന്നു, ഇന്ന കുടുംബത്തിലൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിയുന്നു, ആ കുടുംബത്തിലെ മകൾക്കൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഞാൻ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് ഞാനും കുറച്ചു പേര് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഉറപ്പാണ്, ചിലപ്പോൾ അവരുടെ പ്രവൃത്തികൾ അത്ര വലുതായിട്ടൊന്നും കാണപ്പെടില്ല. പക്ഷേ ഈ വചനത്തിൽ അവർക്കുള്ള ഉത്തരവുണ്ട്. അവർ ആശ്വസിപ്പിക്കപ്പെടും, അവർ ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടുന്നവരായിട്ട് മാറും. ഇത് വലിയൊരു കാര്യമാണ്. ഇത് വലിയ ഒരു കാര്യമാണ്. നമ്മൾ അത് ചിന്തിക്കണം, നമ്മളത് മനസ്സിലാക്കണം. ഒരിക്കൽ ഞാനൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് അത്ര ഒരു താല്പര്യം തോന്നിയില്ല. കാരണം അല്പം മോഡേണായിട്ട് ഡ്രസ്സ് ധരിക്കുന്നു, മുടിയൊക്കെ മോഡേണായിട്ട് ഇട്ടിരിക്കുന്നു. ഈ പെൺകുട്ടി ബാംഗ്ലൂരിൽ നിന്ന് ധ്യാനിക്കാൻ വേണ്ടി വന്നിരിക്കുക. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ധ്യാനകേന്ദ്രത്തിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ക്രൂശ രൂപമുണ്ട്. ഞാൻ രോഗികളുടെ സെക്ടറിൽ പോയിട്ട്, പാലിയേറ്റീവ് കെയറിൽ പോയിട്ട് എല്ലാവരെയും ഭക്ഷണത്തിനും എന്തോ വിട്ട സമയമാണ്. ആരും ഹോളിലില്ല. ഞാൻ ഈ കുരിശിൻ്റെ സൈഡിൽ കൂടിയുള്ള എളുപ്പ വഴിയിൽ എനിക്ക് ഹോളിൽ കൂടി എൻ്റെ താമസ സ്ഥലത്തേക്ക് പോകാം. അപ്പം ഞാൻ എല്ലാം പോരുമ്പോൾ
ഞാൻ കാണുന്ന കാഴ്ച, ഈ പെൺകുട്ടി ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ രണ്ടാമത്തെ ധ്യാനമാണ്. ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ കുരിശിൻ്റെ ചുവട്ടിൽ മുഴുവനും കണ്ണുനീരാണ്. ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു. അവൾ എഴുന്നേറ്റിൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഇപ്പം രണ്ടാമത്തെ ധ്യാനമാണല്ലോ. അന്ന് നീ വന്നപ്പോൾ അച്ഛ ഒരു കാര്യത്തിന് വേണ്ടി കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നീ കാര്യം പറഞ്ഞില്ല, എന്താ പ്രശ്നം? അവൾ പറഞ്ഞു, അച്ഛ, എൻ്റെ കൂട്ടത്തിൽ ഒരു സഹോദരിയുണ്ട്. ഞാൻ അവൾക്ക് വേണ്ടി വന്നിരിക്കുക അച്ഛ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 13 ദിവസമാകുന്നു. വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോളിൽ നിന്ന് ബിസ്ക്കറ്റ് മേടിച്ച് അത് കഴിക്കുന്നുണ്ട്. അച്ഛ, ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. ഒരു ആരംഭത്തിൽ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്, ബാംഗ്ലൂര്. ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? അച്ഛ, എൻ്റെ കൂട്ടുകാരിക്ക് ബ്ലഡ് ക്യാൻസറാണ്, ഹീമോയിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞു, നിൻ്റെ ചെറുപ്പം മുതലുള്ള കൂട്ടണം? ചെറുപ്പം മുതലല്ല, 4 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ ബാംഗ്ലൂർ ചെന്നതിന് ശേഷം പരിചയപ്പെട്ടതാ. പെട്ടെന്നാണ് അവൾക്ക് ഈ രോഗം റിയലൈസ് ചെയ്യുന്നത്, ഈ രോഗം തിരിച്ചറിയുന്നത്. ഞാനൊന്നും മിണ്ടിയില്ല. അവൾ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണം. ഇപ്പോൾ 3-4 ഹീമോ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് കുറച്ച് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഇച്ചിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നാ. അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ അല്പം അവളുടെ മുമ്പിൽ ചെറുതായിപ്പോയി. അവളുടെ അപ്പനും അമ്മയും വിദേശത്താണ്. അവൾ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവൾക്ക് ഒന്നിൻ്റെയും ബുദ്ധിമുട്ടില്ല. പക്ഷേ കഴിഞ്ഞ 10-15 ദിവസമായിട്ട് ഉപവാസമെടുത്ത്, പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ കുരിശിൻ്റെ ചുവട്ടിൽ അവളുടെ കണ്ണുനീര് അവൾ അറിയാതെ തുടച്ചിടുന്നുണ്ട്. അവളുടെ കണ്ണുനീര് വീഴുകയാണ്. ആർക്ക് വേണ്ടി? അവൾക്ക് ഒന്നിൻ്റെയും. പക്ഷേ ആദ്യം ഞാൻ അവളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത, അവളെക്കുറിച്ചൊരു പക്ഷെ നമ്മളൊക്കെ മനുഷ്യൻ്റെ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു. ഈശോ കുറ്റപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഈ മനുഷ്യൻ്റെ ബാഹ്യരൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു. പക്ഷെ ദൈവം ആന്തരിക ഭാവത്തെ കാണുന്നു. പക്ഷേ എനിക്ക് അല്പം നാണം തോന്നിയത്, ഞാനെന്ന പൗരോഹിത്യം അവളുടെ അത്രയും വളർച്ചയില്ലല്ലോ എന്നെനിക്ക് തോന്നിയത് അവളുടെ മുമ്പിൽ നിന്നപ്പോഴാണ്. ശരിയാണ്, ഒരു 24-25 വയസ്സുള്ളൊരു പെൺകുട്ടി, ഒരു ജീൻസും ഒരു ടോപ്പും ഇട്ട് നടക്കുന്ന പെൺകുട്ടി, മുടി സ്ട്രെയിറ്റ് ചെയ്തൊരു പെൺകുട്ടി. പ്രിയപ്പെട്ടവരെ, പക്ഷെ നമുക്ക് കാണുമ്പോൾ പ്രാർത്ഥനയുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത പെൺകുട്ടി. പക്ഷേ കഴിഞ്ഞ 14 ദിവസമായിട്ട് അവൾ ഉപവാസമെടുത്ത് അവൾ കണ്ണീരോടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. രാവും പകലും ഉറങ്ങാതെ അവൾ പ്രാർത്ഥിക്കുകയാണ്. അവളുടെ കൂട്ടുകാരി ഒന്ന് ജീവിതത്തിലേക്ക് കടന്നു വരാൻ. ഒരു കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, അവളുടെ ജീവിതാന്ത്യം വരെ അവളെ ആശ്വസിപ്പിക്കാൻ ഒരു ദൈവം ഉണ്ടാകും. കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ജോസഫ് ആശ്വസിപ്പിക്കപ്പെട്ടില്ലേ? ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലാണ് ഈ മനുഷ്യനെ ദൈവം കൈവിട്ടത്? ജീവിതത്തിന് ഏത് പ്രതിസന്ധികളിലാണ് ഈ മനുഷ്യൻ്റെ സഹായത്തിന് ദൈവം അടുത്തെത്താതിരുന്നത്? എല്ലാ സമയത്തും ദൈവം ആശ്വസിപ്പിക്കാൻ വരികയാണ്. എല്ലാ സമയത്തും മാലാഹയ്ക്ക് ഡ്യൂട്ടി ചെയ്താണ് ജോസഫിൻ്റെ അടുത്തെത്തുക. കാരണം അദ്ദേഹം തൻ്റെ കുറവുകളെ ഓർത്ത് കരഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം കണ്ണീരൊഴുക്കിയത് മറിയത്തിന് വേണ്ടി, യേശുവിന് വേണ്ടിയാണ്. നമുക്ക് സാധിക്കുന്നുണ്ടോ? അവർ ഭാഗ്യപ്പെട്ടതാകും. നമുക്കറിയാം, ചരിത്രത്തിൽ അമ്മയുണ്ട്. ആ അമ്മ വിശുദ്ധയാകില്ലായിരുന്നു. ആ അമ്മയുടെ ജന്മം ഭാഗ്യപ്പെട്ടതാകില്ലായിരുന്നു. ആ അമ്മയുടെ മുമ്പിൽ ഒരു മകനെ കൊണ്ടുവന്ന് നിർത്തി. എല്ലാ തിന്മകളിലും ഇഷ്ടം പോലെ വ്യവഹരിച്ച ഒരു മകൻ, അഗസ്റ്റിൻ. നീണ്ട 33 വർഷങ്ങൾ ഈ അമ്മ പ്രാർത്ഥിച്ചു. ഈ അമ്മ കണ്ണീരൊഴുക്കി ഈ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? മകൻ മാനസാന്തരപ്പെട്ടു എന്നതല്ല, ആ മകൻ്റെ തിരുനാൾ കഴിയുമ്പോൾ തൊട്ടടുത്ത് അമ്മയുടെ തിരുനാളുണ്ട്. ചോദ്യം ഇതാണ്, അഗസ്റ്റിൻ എന്ന താന്തോന്നിയായ മകൻ അടുത്തില്ലായിരുന്നുവെങ്കിൽ മോണിക്ക എന്നൊരു വിശുദ്ധ അൾത്താരയിൽ ഉണ്ടാകുമായിരുന്നില്ല.
യേശു പറഞ്ഞു, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാ ഒറ്റപ്പെടുത്തലുകളും എല്ലാ ഉപദ്രവങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഇപ്പോഴും ആ വ്യക്തി തിരിച്ചു വരാനും ആ വ്യക്തിയുടെ നന്മ ആഗ്രഹിച്ചും പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളൊക്കെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നിങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കാൻ സ്വർഗം, നിങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുവാൻ ദൈവം എത്തുമെന്നത് ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് സാധിക്കുന്നുണ്ടോ മറ്റുള്ള ആളുടെ വേദന കാണുമ്പോൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് മുമ്പിൽ കരയാൻ? നമ്മുടെ അടുത്തുണ്ട് സാമ്പത്തികമായി തകർന്നു പോയവർ, നമ്മുടെ അടുത്തുണ്ട്. എത്ര പത്രവാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കാണുന്നു. അതൊരു വാർത്തയ്ക്കപ്പുറത്തും അതൊന്നും ആകുന്നില്ലെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ ആശ്വാസം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും കടന്നു വരാൻ ഞാൻ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഇതിപ്പോൾ ശ്രവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ചുറ്റും, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കുടുംബ യൂണിറ്റിൽ അങ്ങേയറ്റം ദുസ്സഹമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ല, ഈ അടുത്ത നാളിൽ നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ പുറത്തു വന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിക്ക് വീടില്ല എന്നറിയുന്ന ഒരു കുട്ടി അവനെ കൊണ്ട് കഴിയാവുന്നത് പോലെ വിളിച്ചു പറഞ്ഞു, ഇന്ന ആൾക്ക് വീടില്ല. ആ കുട്ടിയുടെ അവസ്ഥയിലാണ്, ആ കുട്ടിയുടെ ആ അപേക്ഷയ്ക്ക് മുമ്പിലാണ് ആ മുഖ്യമന്ത്രി നിശ്ചലനാകുന്നതും ആ തീരുമാനം എടുക്കുന്നതും. എവിടുന്ന് കിട്ടി ആ മനസ്സ്? എൻ്റെ സഹപാഠിക്കൊരു വീടില്ല, എനിക്ക് വീടുണ്ട്, എൻ്റെ സഹപാഠിക്ക് വീടില്ല എന്നത്. ആ സഹപാഠിയല്ല, വീടില്ലാത്തവനല്ല അവിടെ ചോദിക്കുന്നത്. ആ സഹപാഠിയുടെ വീടില്ല എന്ന യാഥാർത്ഥ്യം കാണുമ്പോൾ മറ്റ് കൂടെ പഠിക്കുന്ന ഒരു ചെറിയ കുഞ്ഞിന് തോന്നുകയാണ് അത് പറയാൻ പറ്റിയ ആള് ഈ വ്യക്തിയുടെ മുമ്പിലാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ദൈവത്തിൽ നിന്ന് ഒരുപാട് വിശ്വാസമുണ്ട്. ആ കുഞ്ഞിനറിയാം, ഈ മുഖ്യമന്ത്രി വിചാരിച്ചാൽ എൻ്റെ സഹപാഠിക്ക് ഒരു വീട് കിട്ടും. ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ, ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഈ പ്രശ്നം ആ വ്യക്തിയുടെ മുമ്പിൽ പെടുത്തുന്നു. ആ കുട്ടി അവിടെ നിന്ന് അലറി വിളിച്ചു പറഞ്ഞു. അതിൻ്റെ മുമ്പിൽ ആ ചീഫ് മിനിസ്റ്റർ നിന്നു എന്നത് മാത്രമല്ല, അദ്ദേഹം അതിന് തീരുമാനവും ഉണ്ടാക്കി. ഈ മനസ്സുണ്ടല്ലോ, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ, മറ്റുള്ളവരുടെ നിസ്സഹായാവസ്ഥ കാണുമ്പോൾ അവരെ സഹായിക്കാനും അവരുടെ കൂടെ നിൽക്കാനും സാധിക്കുന്നൊരവസ്ഥ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏത് സങ്കടക്കടലിലും ആശ്വസിപ്പിക്കാൻ ഒരു ദൈവിക ദൂതൻ എത്തുമെന്നത് സുവിശേഷം നൽകുന്ന ഉറപ്പാണ്. യേശു കരയുന്നുണ്ട്. യേശുവിൻ്റെ കരച്ചിൽ കാണുന്ന ഒരു സ്ഥലം അത് യോഹന്നാൻ 11 അതെന്തിനു വേണ്ടിയാണ് കരഞ്ഞത്? ലാസറിൻ്റെ കുഴിമാടത്തെങ്കിലാണ് യേശു കണ്ണീര് പൊഴിക്കുന്നത്. യേശു കണ്ണീര് പൊഴിക്കുന്നു എന്ന് പീഡാസഹനങ്ങളിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല. കുരിശിൻ്റെ വഴിയിൽ എവിടെയാണ് രക്തം വിയർത്തു എന്ന് പറയുമ്പോൾ പോലും കണ്ണുനീര് ആ കണ്ണിൽ നിന്ന് വീണുവെന്ന് സുവിശേഷകന്മാർ പറയാതെ പോകുന്നു. എന്നാൽ യോഹന്നാൻ 11 പറയുന്നു, യേശു കണ്ണുനീർ വാർത്തു, കണ്ണുനീർ പൊഴിച്ചു. ആർക്കു വേണ്ടി? ലാസർ എന്ന വ്യക്തിക്ക് വേണ്ടി. ഇതാണ് ഈ യേശു ആശ്വസിപ്പിക്കപ്പെടുന്നുണ്ടല്ലേ. നമ്മൾ കാണുന്നു, യേശു ഗെത്സമനയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ദൂതൻ, ഒരു മാലാഖ ആശ്വസിപ്പിക്കാൻ വരുന്നു. കണ്ടോ? ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീര് പൊഴിക്കുമ്പോൾ, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കരയാൻ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആശ്വസിപ്പിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മളുടെ നിയോഗം, എൻ്റെ കാര്യം ഇത് മാത്രം പറയാതെ, ചിലപ്പോൾ നമ്മുടെ ഇടവകയിലുണ്ടെന്നേ ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ തൊട്ടടുത്ത് അയൽപക്കങ്ങളിലുണ്ട്, ഏത് മതത്തിലും ജാതിയിലും ഒക്കെപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ നോക്കണ്ട. എൻ്റെ അടുത്തുള്ള കുടുംബം ഏതുമായിക്കോട്ടെ, ഒരു പക്ഷേ ദൈവവിശ്വാസം അല്ലാത്തൊരു വ്യക്തിയായിരിക്കാം, പക്ഷെ പ്രാർത്ഥന പാഴാകില്ല. ഞാൻ കണ്ണീരൊഴുക്കണം. മറ്റൊരാളുടെ ജീവിതത്തിലെ വേദനകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവാൻ സാധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് ഈ മാത്യു നായിക്കാൻ പ്രവചനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം. ആദ്യമൊക്കെ നമുക്ക് അല്പ അസ്വസ്ഥത തോന്നും. ഒരു പ്രാർത്ഥനയുമായിട്ട് മകൻ ജോലിയില്ല, അല്ലെങ്കിൽ അച്ഛാ ക്യാൻസർ രോഗമാണ് എന്ന് പറഞ്ഞ് അച്ഛൻ്റെയൊക്കെ അടുത്ത് വരുമ്പോൾ
അച്ഛൻ പറയാനുള്ളൊരു പ്രാർത്ഥനയുണ്ട്, ഇതുപോലെ ക്യാൻസർ രോഗികളായ 10,000 പേർക്ക് പ്രാർത്ഥിക്കുക ഇതേ കണ്ണീരോടുകൂടി. ഇതുപോലെ സാമ്പത്തിക തകർച്ചയുള്ള 10,000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നോട് ചിലർ പറയാറുണ്ട്, അച്ഛാ, പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ടി വിയും യൂട്യൂബൊക്കെ ആയപ്പോൾ അച്ഛൻ ടി വിയിലും യൂട്യൂബിലും ഇത് ആവർത്തിച്ച് പറയുമ്പോൾ ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, അച്ഛാ, അച്ഛൻ ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, നമുക്കൊരു മടുപ്പൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ അച്ഛൻ ആര് വന്നാലും അച്ഛനത് ശ്രദ്ധിക്കുക. അച്ഛൻ പറയും, നിങ്ങൾ 1000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ അച്ഛൻ്റെ മുമ്പിൽ ഈ അമ്മ, ഈ അപ്പൻ, ഈ മകള് കണ്ണീരോടെ നിൽക്കുകയാ. അവൾക്ക് ജോലിയില്ല എന്ന് ചിന്തിച്ച്, അവരുടെ വിവാഹം നടക്കുന്നില്ല എന്ന് ചിന്തിച്ച്, മകന് രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട്, ജീവിത പങ്കാളി മദ്യപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മുമ്പിൽ കണ്ണീരോട് നിൽക്കുകയാണ്. ആ കണ്ണുനീരിനെ അച്ഛൻ പറയുകയാണ്, അച്ഛൻ പറഞ്ഞു കൊടുക്കുക, ഈ കണ്ണുനീര് നിനക്കല്ല, 1000 10,000 വേണ്ടി പ്രാർത്ഥിക്കുക. അർത്ഥം എന്താ? ഈ വചനത്തിൻ്റെ വാഗ്ദാനം വരും, ആശ്വസിപ്പിക്കപ്പെടും. നീ ആശ്വസിപ്പിക്കപ്പെടും. നീ മറ്റൊരാളുടെ വേദനയ്ക്ക് വേണ്ടി, മറ്റൊരാളുടെ സഹനത്തിന് വേണ്ടി, മറ്റൊരാളുടെ പ്രശ്നത്തിന് വേണ്ടി നീ ദൈവത്തിന് മുമ്പിൽ കണ്ണീരൊഴുക്കുമ്പോൾ നീ ആശ്വസിപ്പിക്കപ്പെടും എന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ്. 3, ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മളുടെ പാപത്തെ ഓർത്ത് കണ്ണീരൊഴുക്കുക. 2, മറ്റൊരാളുടെ വേദന, മറ്റൊരാളുടെ സങ്കടം, മറ്റൊരാളുടെ തകർച്ചകൾക്ക് മുമ്പ് വേണ്ടി, തകർച്ചകളിൽ ദൈവിക ഇടപെടലിന് വേണ്ടി ഞാൻ ദൈവത്തിന് മുമ്പിൽ കണ്ണീരൊഴുക്കുക. 3, എൻ്റെ നിസ്സഹായ അവസ്ഥ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 21 അവിടെ നമ്മൾ ഒരമ്മയെ കാണുന്നുണ്ട്. ഹാഗാർ എന്ന് പറയുന്ന അമ്മ കരയുന്നു. ഹാഗാർ എന്ന് പറയുന്ന അമ്മ നിൽക്കുന്നത് മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ നിൽക്കുന്ന ഈ ഹാഗാർ എന്ന അമ്മ, മരുഭൂമിയിൽ നിൽക്കുന്ന ഈ ഹാഗാർ എന്ന അമ്മ തൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. കുഞ്ഞിൻ്റെ നാവ് തൊണ്ടയോടൊട്ടുന്നു. ഈ അമ്മ ആ മരുഭൂമി മുഴുവനും അലയുന്നു. എന്തിനു വേണ്ടി? തൻ്റെ കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ വേണ്ടി. എന്നാൽ അവസാനം ഈ അമ്മ എന്തു ചെയ്തു? ഈ കുഞ്ഞിനെ കൊണ്ടുപോയി എവിടെ കിടത്തി? ഈ കുഞ്ഞിനെ കൊണ്ടുപോയി മരുഭൂമിയിൽ കിടത്തി. എന്നിട്ട് ഈ അമ്മ ഒരമ്പെയ്ത്ത് ദൂരെ മാറി നിന്നു. എന്തിനാണ് അമ്പെയ്ത്ത് ദൂരെ മാറി നിൽക്കുന്നത്? കുട്ടിയുടെ കരച്ചിൽ എനിക്ക് കേൾക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ചാൽ ചങ്ക് തകരുന്നുണ്ട് ഈ അമ്മയുടെ. ഈ അമ്മ അമ്പെയ്ത്ത് ദൂരെ മാറി നിന്നു. അടുത്ത വചനം എന്താണെന്ന് അറിയാവോ? അടുത്ത വചനം ശ്രദ്ധിക്കണം. മരുഭൂമിയിൽ കിടന്ന് ഈ കുട്ടി കരയാൻ തുടങ്ങി. മരുഭൂമിയിൽ കിടന്ന് ഈ കുട്ടി കരയാൻ തുടങ്ങുമ്പോൾ അടുത്ത വചനം, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ദൈവം പറഞ്ഞു, ഹാഗാർ, കുഞ്ഞിനെ കരങ്ങളിലെടുക്കുക. ശ്രദ്ധിക്കുക, എപ്പോഴാണ് കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടത്? കുട്ടിയെ സഹായിക്കാനുണ്ടായിരുന്ന അവസാനത്തെ സഹായം, കുട്ടിക്ക് വേണ്ടി നിൽക്കേണ്ട അവസാന സഹായം അമ്മ മാറി. ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാൻ പറ്റാത്ത ദൂരത്തേക്ക് ഈ അമ്മ മാറിപ്പോകുമ്പോൾ ഈ കുട്ടിയുടെ നിസ്സഹായ അവസ്ഥ വരികയാണ്. മരുഭൂമിയിൽ കിടക്കുകയാ. അടുത്ത വചനം ഇതാണ്, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. അപ്പോൾ ദൈവം കേൾക്കുന്ന, ദൈവം കാണുന്ന, ദൈവം ഇടപെടുന്ന, ദൈവത്തിൻ്റെ ആശ്വാസം കടന്നു വരുന്ന കരച്ചിൽ ഏതാണ്? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തരി പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത, ആരും കൂടെയില്ലാത്ത അവസ്ഥയുണ്ടല്ലോ, ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ കരയുമ്പോൾ ആ കരച്ചിലിൽ പ്രിയപ്പെട്ടവരെ സ്വർഗം സഹായത്തിനെത്തും എന്നുറപ്പാണ്. ആ കരച്ചിലിൽ സ്വർഗം സഹായത്തിനെത്തും. ഇതാണ് നമ്മൾ കാണുന്നത്. ഹാഗാറിനോട് ദൈവം പറയുന്നുണ്ട്, കുട്ടിയെ കയ്യിലെടുക്കുക. അടുത്ത വചനം ശ്രദ്ധിക്കേണ്ട വചനമാണ്. ദൈവം ഹാഗാറിൻ്റെ കണ്ണ് തുറന്നു. അവൾ ഒരു കിണർ കണ്ടെത്തി. നമ്മൾ ഓർക്കുക, കുറച്ച് മുമ്പ് ഈ കുട്ടിയെയും കൈ പിടിച്ചുകൊണ്ട് അവൾ ആ മരുഭൂമി മുഴുവനും അലഞ്ഞു. അപ്പോൾ കാണാത്ത കിണർ ഇപ്പോൾ അവളുടെ മുമ്പിലെത്തി. അവളുടെ മുമ്പിൽ ആ കിണറെത്തി. അതാണ് വചനം പറയുന്നത്.
കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും എന്ന് വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വകാര്യതയിലേക്ക് വരിക, നമ്മുടെ സ്വകാര്യതയിലേക്ക് വരിക. എൻ്റെ സ്വകാര്യതയിൽ നമ്മളുടെ പലരുടെയും കണ്ണുനീർ എന്ന് പറയുന്നത് ചില ഭൗതിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഒരു സെൽഫിഷ്നെസ് ഉണ്ട്, ഇല്ലേ? ഞാൻ തോറ്റുപോയി, ഞാൻ കരയുന്നു. ഒരു സെൽഫില്ലേ, ഞാൻ തോറ്റതാണ് കരച്ചിലിൻ്റെ കാരണം. നമ്മളൊക്കെ കരഞ്ഞേക്കുന്ന കരച്ചിലുകളാണ്. എന്നെ തല്ലി, അടി കൊണ്ടതല്ല കരച്ചിലിൻ്റെ കാരണം. എൻ്റെ ക്ലാസ്സിലെ 49 പേരും ഞാൻ അടികൊള്ളുന്നത് കണ്ടു, ഇതാണ് കരച്ചിലിൻ്റെ കാരണം. ഒരു സെൽഫ് വരുന്നുണ്ട്. ഒരു ഞാൻ തല്ലുകൊണ്ടു. വേണമെങ്കിൽ അത്രയും കരയില്ലായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കൊച്ചിനെ ക്ലാസ് റൂമിൽ വെച്ച് ടീച്ചർ തല്ലി, അവന് ഭയങ്കര കരച്ചിൽ തല്ലുകൊണ്ടതല്ല. ഇനി അത് അറിയണമെങ്കിൽ വേറൊരു ഉപഹാരമുണ്ട്. ഈ ടീച്ചർ ഇവനെ അറിയാതെ വിളിച്ച് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് ഒരടി കൂടുതൽ കൊടുത്താലും അവൻ അടി കിട്ടാത്ത ഭാഗത്തിന് കയറി വരും. അടി കിട്ടിയില്ല എന്നൊരു ഭാവം പോലും അവൻ കാണിക്കുകയില്ല. എന്നാൽ ക്ലാസ് റൂമിൽ വെച്ച് തല്ലിയപ്പോൾ അവൻ കരയുന്നു. അപ്പം കരച്ചിലിൻ്റെ പ്രത്യേകത എന്താ? ആ കരച്ചിലിൻ്റെ പിന്നിൽ ഒരു സെൽഫ് ഉണ്ട്. ആ കരച്ചിലല്ല ബൈബിൾ പറയുന്നത്. ഞാൻ 3 രീതിയിൽ അത് പറഞ്ഞു. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ പാപത്തെ ഓർത്ത് അനുതാപത്തിൻ്റെ കണ്ണുനീര്. മറ്റൊന്ന്, പ്രിയപ്പെട്ടവരെ, മറ്റൊരാളുടെ വേദന, തകർച്ച, കണ്ണുനീര് കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കണ്ണീരോടെ ദൈവം മുമ്പിൽ നിൽക്കുന്നു. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ നിസ്സഹായാവസ്ഥ. എന്നെ ആരും സഹായിക്കാനില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു, ആ കുഞ്ഞ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടതുപോലെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുനീര് പാഴാകില്ല. പക്ഷെ നമ്മൾ എന്തിനു വേണ്ടി കരയുന്നു? അതിനാൽ നമുക്ക് തുടർന്നുള്ള ആരാധനയിൽ നമ്മളെ സമർപ്പിക്കുന്നതോടൊപ്പം അനേകം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനുതാപത്തോടുകൂടി കണ്ണുനീരൊഴുക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ. അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാമത്തെ വചനം, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഭാഗ്യപ്പെട്ട യൗസേപ്പിതാവ് നമ്മൾ വിളിക്കും. ഭാഗ്യപ്പെട്ട യൗസേപ്പിതാവ്. ആരെയാണ് സുവിശേഷം ഭാഗ്യപ്പെട്ടവൻ എന്ന് വിളിക്കുന്നത്? വചനം പറയുകയാണ്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. കഴിഞ്ഞ മണിക്കൂറിൽ എങ്ങനെ വിലപിക്കുന്നവരെയാണ് ദൈവം ആശ്വസിപ്പിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഈ മണിക്കൂറിൽ, ഈ ആരാധനയിൽ നമുക്ക് ഈശോയെ ആരാധിക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളോടും ചേർത്ത്, നമ്മുടെ എല്ലാ കണ്ണുനീരിൻ്റെ യാഥാർത്ഥ്യങ്ങളോടും ചേർത്ത് ഈശോയെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ വചനം പറയുന്നു, അപ്പസ്തോലന്മാർ തടവറയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ അവർ സ്തുതിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, 3 യുവാക്കൾ തീച്ചൂളയുടെ യാഥാർത്ഥ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാ അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ആ തീച്ചൂളയിൽ ഇറങ്ങുന്നു. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി, യേശുവേ, ഒരുപാട് കണ്ണീരിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട്, ഒരുപാട് സങ്കടങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട്, ഒരുപാട് വേദനയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വിളി, ഞങ്ങളുടെ ദൗത്യം, ഞങ്ങളെ നീ ഇവിടെ ആക്കിയിരിക്കുന്നത് നിന്നെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. ഈശോയെ, ഈശോയെ, ഈ പ്രശ്നത്തിൽ, ഈ സങ്കടത്തിൽ, ഈ പ്രതിസന്ധിയിൽ നീ എന്നെ നിർത്തുന്നത് നിന്നെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ആത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. എന്നാത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. എന്നാത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. പകർച്ചയിടി മുഴക്കം പോലെ അവന്റെ ആജ്ഞ ഗമിച്ചിടുന്നു. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ അവന്റെ ശബ്ദം മുഴങ്ങിടുന്നു. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും.
ചെയ്യും വിശുദ്ധിയിൽ വിശുദ്ധൻ നീ. അത്യുച്ചനാദം സ്തോത്രത്തോടെ ദൂതർ നിന്നെ സ്തുതിച്ചിടുന്നു. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. എന്നാത്മനാഥൻ എൻ രക്ഷകൻ സ്തുതിക്ക് യോഗ്യൻ നീ. എന്നാത്മനാഥൻ എൻ രക്ഷകൻ സ്തുതിക്ക് യോഗ്യൻ നീ. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ വചനം ഒരിക്കൽ കൂടി നമുക്ക് ധ്യാനിക്കാം. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, എങ്ങനെ വിലപിക്കുമ്പോഴാണ്, എന്തിനു വേണ്ടി വിലപിക്കുമ്പോഴാണ് ആശ്വസിപ്പിക്കപ്പെടുന്നത് എന്ന് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ധ്യാനിച്ചതാണ്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ വന്നു പോയ പാപത്തെ ഓർത്ത് വിലപിക്കുക. ദ ടീയേഴ്സ് ഓഫ് റിപ്പൻറ്റൻസ്, അനുതാപത്തിൻ്റെ കണ്ണുനീര് ദൈവസന്നിധിയിൽ ആശ്വസിപ്പിക്കപ്പെടും. അനുതാപത്തിൻ്റെ കണ്ണുനീര് ദൈവത്തിൻ്റെ കൃപകൾ ഒഴുകാൻ കാരണമാകും. 2 പേർ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ വരുന്നു. ഒരാൾ ഇതാ ബലിപീഠത്തിനടുത്ത് നിന്ന് അവൻ ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പെറുക്കി പറയുന്നു. മറ്റേയാൾ ചുങ്കക്കാരനാണ്. ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ പോലുമുള്ള ആത്മബലം നഷ്ടപ്പെട്ടു പോയവൻ. അവൻ ചങ്കത്തടിച്ച് പറഞ്ഞു, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. അടുത്ത വചനം നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. യേശു പറയുന്നു, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ആ ചുങ്കക്കാരൻ കരഞ്ഞത് അവൻ്റെ കഴിഞ്ഞകാല വീഴ്ചകളെയും പാപങ്ങളെയും ഓർത്താണ്. വേറൊരു പെണ്ണ്, യേശു അത്താഴത്തിനിരിക്കുമ്പോൾ ആ പെണ്ണ് വന്ന് അവൻ്റെ കാൽക്കൽ അവൻ്റെ കാല് കണ്ണീര് കൊണ്ട് കഴുകി ചുംബിച്ചു. ഇതാ എല്ലാവരും പറയുന്നുണ്ട്, അവനെ തൊടുന്ന സ്ത്രീ ആരെന്നവൻ അറിയുന്നില്ലേ. അടുത്ത വചനം അവരെ എല്ലാവരെയുമല്ല, നമ്മളെപ്പോലും ഞെട്ടിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, എവിടെയെല്ലാം എൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഇനി എന്നോട് ചേർത്ത് ഇവളുടെ പേരും ഇവൾ ചെയ്ത കാര്യവും പറയപ്പെടണം. പ്രിയപ്പെട്ടവരെ, അനുതാപത്തിൻ്റെ കണ്ണുനീര് ആശ്വസിപ്പിക്കപ്പെടും. എല്ലാവർക്കും മുമ്പിൽ അവളെ അവൻ ന്യായീകരിക്കുകയാണ്. അവളെ അവൻ എടുത്ത് സുവിശേഷത്തിൻ്റെ നെറുകയിൽ വയ്ക്കുകയാണ്. അവളെ അവൻ എടുത്ത് രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാക്കുകയാണ്. ഇതാ വചനം, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. യേശുവേ, ഞങ്ങളും ഇപ്പോൾ ആ പാപിനിയായ സ്ത്രീയെപ്പോലെ ഞങ്ങളുടെ കണ്ണുനീര് കൊണ്ട് നിന്റെ കാല് കഴുകുന്നു. യേശുവേ, ആ ചുങ്കക്കാരനെ പോലെ ചങ്കത്തടിച്ച് ഞങ്ങളും പറയുന്നു, യേശുവേ, ഞങ്ങൾ പാപിയാണ്. യേശുവേ, ഞങ്ങൾ പാപിയാണ്. കഴിഞ്ഞകാല ജീവിതത്തിൽ, എൻ്റെ സമർപ്പിത ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഈശോയെ നിന്നെ വേദനിപ്പിച്ച നിമിഷങ്ങളുണ്ട്. യേശുവേ, നിന്റെ മുമ്പിൽ നിൽക്കുവാനോ, നിന്റെ അടുത്തുനിന്ന് വരുവാനോ, നിന്റെ മുമ്പിൽ കൈ നീട്ടുവാനോ, നിന്റെ പേരെന്ന് പറയുവാനോ യേശുവേ
എനിക്ക് യോഗ്യതയില്ല. യേശുവേ, ഞാൻ പാപിയാണ്. യേശുവേ, പാപികളിൽ ഏറ്റവും വലിയവനാണ് ഞാൻ. യേശുവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ആ വരികൾ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. രണ്ടാമത്, എന്തിനു വേണ്ടി നമ്മൾ വിലപിക്കണം? ടിയേഴ്സ് ഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ വേദനയ്ക്ക് വേണ്ടി നമ്മൾ കണ്ണീരൊഴുക്കുക. മറ്റുള്ളവർ രക്ഷപ്രാപിക്കുവാൻ നമ്മൾ കണ്ണീരൊഴുക്കുക. അനേകം മധ്യസ്ഥ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്ന കാര്യം, വീട്ടിൽ നിന്ന് ജോലി മാറ്റിവെച്ച് സമയം കണ്ടെത്തി ഏതെങ്കിലും ഒരു കൂടാരത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ അവരുടെ തലയ്ക്ക് മുകളിൽ ഈ വാഗ്ദാനം ഇറങ്ങുന്നുണ്ട്: വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. എനിക്ക് സാധിക്കുന്നുണ്ടോ എൻ്റെ അയൽപക്കത്തെ, എൻ്റെ ഇടവകയിലെ, എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നവരുടെ ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നത്തെ ഞാൻ കാണുമ്പോൾ എനിക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത്, നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ നിൽക്കുന്നുവോ അതുപോലെ പ്രതിസന്ധിയുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെയാണ് ഈ വാഗ്ദാനം വരുന്നത്: വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. എക്സാമ്പിൾ നമ്മൾ കാണുന്നു. ഈശോ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ കുഴിമാടത്തിങ്കൽ യേശു കണ്ണീര് പൊഴിക്കുന്നു. നമ്മൾ കാണുന്നില്ല പുരുഷന്റെ വഴിയിൽ എവിടെയും യേശുവിൻ്റെ കണ്ണുനീര്, എന്നാൽ ലാസറിന്റെ കുഴിമാടത്തിങ്കൽ യേശുവിൻ്റെ കണ്ണുനീര് കാണുന്നു. അതിൻ്റെ റിസൾട്ട് എവിടെയാണ്? ഗെത്സമനിയിൽ യേശു രക്തം വിയർക്കുമ്പോൾ അടുത്ത വചനം, ഒരു മാലാഖ അവനെ സഹായിക്കുവാൻ എത്തി. ഇതാ വചനം: കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. നിന്റെ അടുത്ത്, നിന്റെ കണ്ണീര് വീണ യാഥാർത്ഥ്യങ്ങളിൽ, നിന്റെ ഗെത്സമൻ അനുഭവങ്ങളിൽ മാലാഖ സഹായത്തിനെത്തണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിന്റെ പ്രശ്നങ്ങളിൽ മാലാഖ സഹായത്തിനെത്തണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. നീ അനേകരുടെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നമായി കണ്ട് ബലിപീഠത്തിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കുക. യേശുവേ, ഈ കൃപയിലേക്ക് ഞങ്ങളെ വളർത്തണമേ. യേശുവേ, ഈ കൃപ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണീരോടെ നിൽക്കുവാൻ യേശുവേ കൃപ നൽകണമേ. ഒരു മകൻ തെറ്റായ വഴിയിൽ പോയപ്പോൾ, ഒരു മകൻ സകലവിധ തിന്മകളിലും സന്തോഷിച്ച് നടന്നപ്പോൾ, ഒരമ്മ 36 വർഷത്തോളം കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ മകൻ വിശുദ്ധ അഗസ്റ്റിനായി മാറി എന്നതല്ല വാഗ്ദാനം. ഇതാ അഗസ്റ്റിന്റെ തൊട്ടടുത്ത് അടുത്ത ഒരു വിശുദ്ധ വന്നു, മോണിക്ക എന്ന വിശുദ്ധ. ഇതാ മകന്റെ പാപം, ഒരു പക്ഷേ ആ മകൻ പാപിയല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മോണിക്ക എന്ന ഒരു വിശുദ്ധ സഭയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇതാ വീണ്ടും വചനം: കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും എന്ന വാഗ്ദാനം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം അനേകം പേരുടെ വേദനകൾ, ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും, നമ്മുടെ പരിസരത്തും, നമ്മുടെ പരിചയത്തിലും ഉണ്ട്. വലിയ സാമ്പത്തിക തകർച്ചയിലൂടെ പോകുന്നവർ, ആരും പ്രാർത്ഥിക്കാനില്ലാത്തവർ, രോഗക്കിടക്കയിൽ നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്നവർ. യേശുവേ, അവരുടെ എല്ലാ വേദനകളും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അനേകം വേദനിക്കുന്ന മക്കളെ ഞങ്ങൾ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ
യേശുവേ, നാഥ കണ്ണുനീരേകണേ. യേശുവേ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നേകണേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നേകണേ. മൂന്നാമത്തെ മേഖല, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. എന്ന് വെച്ചാൽ ആരും സഹായത്തിനില്ലാത്ത അവസ്ഥ, അങ്ങേറ്റം നിസ്സഹായ അവസ്ഥ. ആ അവസ്ഥയിൽ ഒരാൾ കണ്ണീരൊഴുക്കുന്നു, ഒരാളും കൂട്ടിനില്ല, ഉള്ളു കലങ്ങിക്കരയുന്നു. ഈ വാഗ്ദാനം ലഭിക്കും. ഏറ്റവും നല്ല ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം. ഒരമ്മ, ഹാഗാർ എന്ന ഒരമ്മ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് മരുഭൂമി മുഴുവനും നടക്കുന്നു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൾ കണ്ടെത്തിയില്ല. അവസാനം ആ അമ്മ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി മരുഭൂമിയുടെ ഓരത്ത് കിടത്തുന്നു. എന്നിട്ട് അമ്മ അമ്പെയ്ത്ത് ദൂരെ മാറി നിന്നു. അമ്പെയ്ത്ത് ദൂരെ മാറി എന്നതിനർത്ഥം ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാൻ പറ്റാത്ത ദൂരത്തേക്ക് അമ്മ മാറി. കാരണം അമ്മയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല ആ കണ്ണുനീര്. അതുകൊണ്ട് അമ്മ അമ്പെയ്ത്ത് ദൂരേക്ക് മാറി. അടുത്ത വചനം, കുട്ടി അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. മരുഭൂമിയിൽ കിടന്ന് കുട്ടി കരയാൻ തുടങ്ങി. കേൾക്കേണ്ട അമ്മ അമ്പെയ്ത്ത് ദൂരേക്ക് മാറി. അടുത്ത വചനം, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന ദൈവത്തിൻ്റെ സ്നേഹം മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യത്തിൽ കുഞ്ഞിൻ്റെ അടുത്തെത്തുന്നു. ഇതാ വചനം, കുട്ടിയുടെ കരച്ചിൽ കർത്താവ് കേട്ടു. കർത്താവ് ഹാഗാറിനോട് പറഞ്ഞു, കുട്ടിയെ കരങ്ങളിലെടുക്കുക. ഇതുപോലെ ആരും സഹായത്തിനില്ലാതെ നമ്മൾ കരയുമ്പോൾ, ആരും കാണാനില്ലാതെ നമ്മൾ ഉള്ളം തേങ്ങുമ്പോൾ, വചനം പറയുന്നു, നിന്റെ നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനയാക്കുന്നൊരു ദൈവം നിനക്കുണ്ട്. ആരും കാണാത്ത രാത്രികളിൽ കണ്ണുനീര് വീണ് തലയണ നനയുമ്പോൾ നീ മനസ്സിലാക്കുക, ഇതാ നിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പുസ്തകവും ഒരു ദൈവവും നിന്റെ മുമ്പിലുണ്ട്. നിന്റെ ഒരു തുള്ളി കണ്ണുനീര് പോലും ദൈവം കാണാതെ പോകില്ല എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ കുട്ടിയുടെ കരച്ചിൽ കർത്താവ് കേട്ടു എന്ന് വചനം പറയുന്നു. ഇതാ വീണ്ടും 1 സാമുവേലിൽ ഹന്നയുടെ കരച്ചിൽ കാണുന്ന കർത്താവ്. ഇതാ യേശയ്യാ 38-ൽ ഹെസക്കിയായുടെ കണ്ണുനീര് കാണുന്ന കർത്താവ്. ഇതാ ബർത്തിമ്യൂസ് നിലവിളിക്കുമ്പോൾ ആ കണ്ണുനീരിന്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവ്. ഇതാ മഗ്ദലന മറിയം കരഞ്ഞുകൊണ്ട് കല്ലറയ്ക്ക് വെളിയിൽ നിൽക്കുമ്പോൾ കരയണ്ട എന്ന് പറയുന്ന കർത്താവ്. ഇതാ വെളിപാടിന്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ ഞാൻ അവരുടെ മധ്യ വസിക്കും, അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റും എന്ന് പറയുന്ന കർത്താവ്. എന്ന് വെച്ചാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവം നിൽക്കുന്നതും ദൈവം ശ്രദ്ധിക്കുന്നതും കണ്ണുനീര് വീണ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ആണ് എന്ന് സുവിശേഷം കൃത്യമായിട്ട് ഓർക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോ മക്കളും ഓർക്കുക, വിശുദ്ധ കുർബാനയിൽ വരുന്ന ഈശോ അത് ഉദ്ധാനം ചെയ്ത ഈശോയാണെന്ന് തിരുസഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഉദ്ധാനം ചെയ്ത യേശു ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഉദ്ധാനം ചെയ്ത യേശുവിൻ്റെ, വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ ശ്രദ്ധ ആദ്യം വരുന്നത് കണ്ണുനീരോടെ നിൽക്കുന്ന മക്കളുടെ അടുത്തേക്കാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ, ഒരു വീട്ടിൽ, ഒരു ജോലി സ്ഥലത്ത് ഒരു മൊബൈൽ കൈ പിടിച്ചുകൊണ്ട് ഒരു പക്ഷെ ടിവിയുടെ മുമ്പിൽ, ഒരു സ്ക്രീനിന്റെ മുമ്പിൽ നീ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പക്ഷേ അറിയാതെ നീ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ
എൻ്റെ അവസ്ഥയാണല്ലോ ഇത്. ആരും കാണാതെ, ആരോടും പറയാൻ സാധിക്കാതെ ഞാൻ എന്തോരം ഉള്ളു വെങ്ങിപ്പൊട്ടി കരയുന്നു. ഈശോയെ, എന്നോടാണല്ലോ പറയുന്നത്, നിന്റെ കണ്ണുനീര് ഞാൻ കാണുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട് എന്ന്. യേശുവേ, ഞങ്ങളുടെ കണ്ണുനീര് വീണ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ മനമിളകാതെ, നിൻ മനം പതറാതെ, നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നമുക്ക് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ, എൻ്റെ പാപത്തെയോർത്ത് എന്നും കരയുവാൻ, മറ്റുള്ളവരുടെ വേദനകൾ കണ്ണീരോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, യേശുവേ, എൻ്റെ നിസ്സഹായാവസ്ഥയിൽ ആരും കാണാതെ ഞാൻ കരയുമ്പോൾ ആ കണ്ണുനീര് കാണുന്ന ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ കണ്ണുനീര് വീണ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും യേശുവേ ആശീർവദിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞുനിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിന്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.